ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് എന്നിലേക്ക് സ്വാഗതം. സർദാർ 2 എന്ന് പറഞ്ഞ പടത്തിന് പ്രൊലോഗ് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ തീം പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ പടം ഏപ്രിൽ 11 സോണി ലൈവിലൂടെ വരും എന്നുള്ള അറിയിച്ചുകൊണ്ട് വീണ്ടും പോസ്റ്റർ വന്നിട്ടുണ്ട്. ഡെയിലി ഇപ്പോൾ പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഏപ്രിൽ 10 ആയിരിക്കും പുറത്തിറങ്ങിയ സോണി ലൈവ് ആയതുകൊണ്ട്. പിന്നെ ടിയാവർ കുലൈ നടുങ്ക എന്ന് പറഞ്ഞ പടത്തിലത്തെ അന്തിപ്പേര അഴകാലി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സന്തോഷ് നാരായണനാണ് പുറത്തിറക്കാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സൂമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡേറ്റിൻ്റെ അനൗൺസ്മെന്റ് ഇന്ന് 5 മണിക്ക് ഉണ്ടാവും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അറിയിക്കാവുന്നതാണ്. പിന്നെ മുർമർ എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലൂടെയും തെൻകോട്ടയിലൂടെയും ഇന്ന് സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടി എന്ന് പറഞ്ഞ പടത്തിലത്തെ കണ്ണമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഏപ്രിൽ 5 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ടൈം അറിയിച്ചിട്ടില്ല. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ 7 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അജ്ഞാതവാസി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഡേറ്റ് ഏപ്രിൽ 18 എന്നുള്ള കൺഫേം ചെയ്തുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഡിയർ ഉമ്മ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഡേറ്റ് ഏപ്രിൽ 18 എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് 1-ലൊക്കെയാണ് യൂട്യൂബിൽ. പിന്നെ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ പടത്തിലത്തെ വരലക്ഷ്മി ശരത്കുമാറിന്റെ പേര് മായ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് സ്റ്റിൽസ് ഇട്ടിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരു 4 കിട്ടിയിട്ടുണ്ട്. 4 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മദ്രാസ് മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 പടം നമ്പർ 1 എന്നാണ് പേര് കൊടുത്തിട്ടുള്ള ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. എന്തായാലും അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്ന് രാവിലെ 11 മണിക്ക് ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞ പടത്തിലത്തെ കല്യാണ കലവരം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മച്ചാന്റെ മലക എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലൂടെയും അതായത് സിംപ്ലി സൗത്തിലൂടെയും ഇന്ന് OTT റിലീസ് ആയിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞ പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഇന്ന് OTT റിലീസ് ആയിട്ടുണ്ട്. പിന്നെ തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞ പടം മെയ് 2 പുറത്തിറങ്ങാനുള്ള വെച്ചുകൊണ്ട് പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഒബാമ അയ്യോരമ്മ എന്ന് പറഞ്ഞ പടത്തിന്റെ ടൈറ്റിൽ സോങ് പുറത്തിറങ്ങി. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ കുറച്ച് ഷിൽസ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഷിൽസ് എന്ന് വെച്ചാൽ ഇതും ഒരു 4 കിട്ടിയിട്ടുള്ളത്. ആ 4 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജയിലർ എന്ന് പറഞ്ഞിട്ടുള്ള പടം രജനീകാന്തിന്റെ അല്ല, ധ്യാൻ ശ്രീനിവാസിന്റെ, അത് OTT സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ രജപുത്തിരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഉമ്മ സോങ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ധനുഷ് പുറത്തിറക്കും എന്ന് പറഞ്ഞിരുന്നു. അത് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വീരധീരസൂരം പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ കല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങുന്നതായിരുന്നു. അത് വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ ഈ പടത്തിന്റെ കളക്ഷൻ 2.75 കോടിയാണ് ഇതുവരെയൊക്കെ ആയിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടം 52 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളത് ഇത്രയും ദിവസം കൊണ്ട്. പിന്നെ L2 എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് അസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. എമ്പുരാന്റെ ലാസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ പാട്ടാണ്. പിന്നെ പടം 100 കോടി നേടി എന്നുള്ളതാണ് ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കോടി ഷെയർ നേടി എന്നുള്ളതാണ്. നോർമലി നോക്കുകയാണെങ്കിൽ 229 കോടി കടന്നിക്കണ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ. അതേമാതിരി കേരളത്തിൽ നിന്ന് 67.25 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട് കളക്ഷൻ 7 ദിവസം കൊണ്ട് തന്നെ. പക്ഷേ ഷെയർ 100 കോടി ആയിരിക്കുകയാണ് ഈ പടത്തിന്റെ. അതുകൊണ്ടാണ് 100 കോടി കൊടുത്തിട്ടുള്ളത്. എന്തായാലും സെക്കൻഡ് വീക്ക് കിടന്നിട്ടുണ്ട് പടം. പിന്നെ ഈ പടം കർണാടകയിൽ നിന്ന് മാത്രം 10 കോടിയോളം നേടിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 30 കോടിയോളം നേടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പടത്തിലത്തെ ആന്റണി പെരുമ്പാവൂരിന്റെ കഥാപാത്രത്തിന്റെ പേര് ഡാനിയൽ റാവുത്തർ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബേബികൾ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്ത് തരും. ഗരുഡൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം എടുത്ത ഡയറക്ടറാണ് അരുൺ വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പോൾ അതിൽ കുഞ്ചാക്കോപൻ, ലിജോ മോൾ ജോസ്, സംഗീത് പ്രതാപ്, അഭിമന്യു തിലകൻ ഇവർ 4 ആൾക്കാരാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലിപ്പോൾ കുഞ്ചാക്കോപൻ ഔട്ടായി എന്നുള്ളതാണ് കേൾക്കുന്നത്. ആൾക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട്. പകരം നീം പോൾ ഇപ്പോൾ അതിലുണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത് കുഞ്ചാക്കോവിന്റെ പകരം. എന്തായാലും നീം പോളിന്റെ ഒരു പുതിയ ഫോട്ടോ കിട്ടിയാണിത്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രാംചരന്റെ 16ാമത്തെ പടത്തിന്റെ റിലീസ് ഡേറ്റ് മാർച്ച് 26 2026 എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ലോക്ക്ഡായ രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും 6 ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ മിക്കവാറും റിലീസ് ഡേറ്റ് അറിയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിന്റെ പടത്തിന്റെ അപ്ഡേറ്റ് ഇന്ന് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മിക്കവാറും ടീസറിന്റെ അപ്ഡേറ്റ് ആവാനാണ് ചാൻസ്. ഏപ്രിൽ 14 വരും എന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. എന്താണെന്നുള്ള എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്താ വരുന്നതെന്നുള്ള നോക്കി നോക്കാം. ചിലപ്പോൾ തോന്നാവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞ പടം മെയ് 1 റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു 30 days to go പോസ്റ്റർ വന്നിരുന്നു. അത് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. എന്തായാലും ഇപ്പോൾ ഈ പടത്തിന്റെ ലാസ്റ്റിൽ പോസ്റ്റ് ക്രെഡിറ്റിലായിട്ട് കാർത്തി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഹിറ്റ് ദ ഫോർത്ത് കേസ് എന്നുള്ള രീതിയിൽ അടുത്ത പടം വരുമ്പോൾ അതിൽ ലീഡായിട്ട് വരുന്നത് കാർത്തി ആയിരിക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കൺഫേം ആയ രീതിയിലൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാൻ എന്താ ഉണ്ടാവുക എന്നുള്ളതൊക്കെ. അതേമാതിരി തന്നെ ഹിറ്റ് ദ ഫിഫ്ത്ത് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിൽ ദുൽഖർ സൽമാൻ വരും എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. ഈ ഹിറ്റ് സിനിമയുടെ ടീം ദുൽഖർ സൽമാനെ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അതും കണ്ടറിയേണ്ടി വരും. പിന്നെ MM എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ പടം. ആ പടത്തിൽ മമ്മൂട്ടി മെയിലൊക്കെ ജോയിൻ ചെയ്യുന്നുള്ളതാണ് കേട്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് ഏപ്രിൽ 18 മമ്മൂട്ടി MM എന്ന് പറഞ്ഞ പടത്തിന്റെ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുന്നുള്ളതാണ്. എന്തായാലും വേഗം ജോയിൻ ചെയ്യട്ടെ, പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് പടം പുറത്തിറങ്ങട്ടെ. പിന്നെ മമ്മൂട്ടിയുടെ ഇനി ഇറങ്ങാനുള്ള പടമാണ് ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ ഏപ്രിൽ 10 റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ 7 days to go പോസ്റ്റർ ഉണ്ട്. ഇതിൽ ദിവ്യ പിള്ളയുടെ പേര് ആനി ബെഞ്ചമിൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഗൗതം വാസുദേവന്റെ ഭാര്യയായിട്ടാവും വരുന്നുണ്ടാവുക. പിന്നെ പടത്തിന്റെ കേരള ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ തിയേറ്ററിക്കൽ റിലീസ് എടുത്തിട്ടുണ്ട്. AP ഇന്റർനാഷണൽ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പടം ഏകദേശം 350 സ്ക്രീനിലാണ് കേരളത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് കേൾക്കുന്നത്. മുന്നേ കേട്ടായിരുന്നു 350 എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ അതിന്റെ ഇടക്കുന്ന് 200-250 എന്നുള്ളതൊക്കെ ആയാലും ഇപ്പോൾ വീണ്ടും 350 സ്ക്രീനിൽ വരും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ
അറിയേണ്ടി വരും. പിന്നെ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ഫസ്റ്റ് സിംഗിൾ പടത്തിന്റെ ലോഡിംഗ് ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഇന്ന് 6 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിരിക്കുകയാണ്. സയ്യിദ് അബ്ബാസിയാണ് പാട്ട് പാടിയിട്ടുള്ളത്, സയ്യിദ് അബ്ബാസാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്തായാലും പാട്ട് ഗംഭീരമാണെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.